ഒരിടവേളയ്ക്ക് ശേഷം മത്സ്യലഭ്യത വർദ്ധിച്ചതോടെയാണ് ചിക്കൻ വില കൂപ്പുകുത്തിയത്. ഇപ്പോൾ ഇതാ തമിഴ്നാട്ടിലെ ചിക്കൻ വ്യാപാരികൾ സമരത്തിനൊരുങ്ങുകയാണ്. എന്നാൽ സംസ്ഥാനത്ത് ഇത് ചിക്കൻ വില വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും അതിന് സാധ്യതയില്ല. കോഴി കർഷകർ സമരം ചെയ്യുന്നില്ല. തമിഴ്നാട്ടിലെ ഡിമാൻഡ് കുറയുന്നതോടെ കേരളത്തിൽ വീണ്ടും കോഴിവില കുറഞ്ഞേക്കുമെന്നാണ് വിവരം. തമിഴ്നാട്ടിൽ കോഴി വിൽപ്പന നിർത്തിവെക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോൾട്രി ട്രേഡേഴ്സ് ഫെഡറേഷൻ. കോഴി ഉൽപാദകർ അവയെ വിൽപ്പനക്കാർക്ക് കൈമാറുന്നതിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ചാണ് തമിഴ്നാട്ടിലെ സമരം. കോഴികളെ കൈമാറുന്നതിന് 15 മണിക്കൂർ മുൻപ് അവയ്ക്ക് തീറ്റ കൊടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് മാനദണ്ഡം. കോഴി ഉൽപാദകർ ഈ മാനദണ്ഡം പാലിക്കുന്നില്ലെന്ന് ചില്ലറ വിൽപ്പനക്കാർ ആരോപിക്കുന്നു. ഇത് ഭാരം കൃത്രിമമായി കൂട്ടും. ഇതിലൂടെ കോഴിയുടെ ഭാരം 100 ഗ്രാം വരെ വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലേക്ക് കൂടുതലായി ചിക്കൻ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ. കേരളത്തിലെ പ്രതിദിന ചിക്കൻ ഉപഭോഗത്തിന്റെ വലിയൊരളവും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്നതാണ് വാസ്തവം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിക്കന് ഉയർന്ന വിലയായിരുന്നു. ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെയാണ് വില വർദ്ധിച്ചത്. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം മത്സ്യലഭ്യത ചെറിയ തോതിൽ കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ ചിക്കന്റെ വിലയും കുറഞ്ഞു വരികയാണ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.